ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിവസത്തിൽ എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്ന് റെസ്റ്റൊക്കെ എടുക്കുന്ന സമയമായിരിക്കും അല്ലേ? എനിക്കും പോകാൻ സാധിച്ചു. ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ വേദഭാഗമായിട്ട് വായിച്ച ഒന്നാം ലേഖനമുണ്ട്, ഒന്നാം പാഠഭാഗം. അത് വായിച്ചപ്പോൾ സമകാലീന പ്രസക്തിയുള്ള ഇന്നത്തെ സമൂഹത്തോട് നമ്മളോടൊക്കെ സംസാരിക്കുന്ന എന്തൊക്കെയോ ഇതിലൂടെ മറഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചാലോ എന്ന്. നമ്മളിൽ ആരെങ്കിലും ഈ സംഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ, അല്ലെ പോകുന്നുണ്ടോ, നമ്മളിതിൽ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കാനായിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിനകത്ത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഒന്നാം പാഠഭാഗമായിട്ട് വായിച്ചത്. ഈ ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിൽ ഇട്ട കാര്യവും ദാനിയേൽ പ്രവാചകൻ്റെ കഥകളും എല്ലാം എല്ലാവർക്കും സുപരിചിതമാണെന്നറിയാം. ഈ ദാരിയൂസ് രാജാവിൻ്റെ കാലത്ത് രാജ്യം ഭരിക്കാനായിട്ട് ഈ ദാരിയൂസ് രാജാവ് ഒരു തീരുമാനമെടുത്തു. ഭരണത്തിൻ്റെ ഭാഗമായിട്ട് 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസ് രാജാവിന് തോന്നി. ഓക്കെ, അപ്പം ഈ 120 നേതാക്കന്മാരെ രൂപീകരിച്ചപ്പോൾ അവരുടെയൊക്കെ മേൽച്ചുമതലയായിട്ട് ഒരു 3 പേരെയും കൂടെ അഡീഷണലായിട്ട് നിയമിച്ചു. അപ്പം അതിനുള്ളിലുള്ളതായിരുന്നു ദാനിയേൽ എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരൻ. അപ്പം ഈ ദാനിയേലിനെ ഈ 3 തലവന്മാരിൽ ഒരാളായിട്ട് നിയമിച്ചപ്പോൾ ഓരോ ദിവസത്തെയും കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഈ രാജാവിനെ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാനായിട്ട് ഈ പ്രധാന ദേശാധിപന്മാരൊക്കെ രാജാവിന് ഈ തലവന്മാരുടെ മുന്നിലാണ് ഓരോ ദിവസത്തെ കണക്കുകളൊക്കെ ബോധിപ്പിക്കുന്നത്. ഒരാഴ്ചയായിരിക്കും, അല്ലെങ്കിൽ 1 മാസത്തെയൊക്കെ ആയിരിക്കും. അത് അവരുടെ നിയമസംഹിതം അനുസരിച്ച് അവർ ബോധിപ്പിക്കുമായിരുന്നു. അപ്പം ഈ എല്ലാ തലവന്മാരെക്കാളും എല്ലാ ദേശാധിപന്മാരെക്കാളും ഒക്കെ ശ്രേഷ്ഠനായിരുന്നു ഈ ദാനിയേൽ. കാരണം ഒരു ദൈവിക ചൈതന്യം ദാനിയേലിൽ ഉള്ളതിനാൽ അവനൊരു മിസ്റ്റേക്കോ ഒന്നും തെറ്റിക്കാതെ ഒന്നും ഉണ്ടാക്കാതെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദാനിയേലിൻ്റെ കഴിവ് കണ്ടിട്ട് അപ്പോൾ രാജാവ് ആലോചിച്ചു, എന്നാൽ പിന്നെ ദാനിയേലിനെ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ്റെ അധികാരിയായിട്ടങ്ങ് നിയമിച്ചാലോ എന്ന് രാജാവ് ആലോചിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ ദേശാധിപന്മാർക്കും തലവന്മാർക്കൊക്കെ ഒരു ചെറിയ അസൂയ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അവരെന്ത് വിചാരിച്ചു, ഈ തലവന്മാരും ദേശാധിപന്മാരും എല്ലാം കൂടെ കൂട്ടം ചേർന്ന് ആലോചിച്ചു, എന്നാൽ പിന്നെ നമുക്ക് ഈ ദാനിയേലിനെ പിടിക്കാനായിട്ട് അവനെ ഒന്ന് തലവനാക്കാതിരിക്കാൻ നമുക്കൊരു പരിപാടി ഒപ്പിക്കാം. അപ്പം എന്ത് തീരുമാനിച്ചു എന്നറിയാവോ? ഈ ദേശാധിപന്മാരെല്ലാം കൂടെ ചേർന്ന് ഇവനെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അവനെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ ശ്രമിക്കാം എന്ന് വിചാരിച്ച് ഒരു പ്ലാനിട്ടു. പക്ഷേ അതിനുള്ള തക്കതായ തെളിവോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വഴിയും കണ്ടില്ല ഈ ദാനിയേലിനെ കുഴി വീഴ്ത്താനായിട്ട്. അപ്പോൾ അവർ ഒരു വഴിയും കാണാത്തതിൽ എന്താ ചെയ്തതെന്നറിയാമോ? ദൈവത്തിൻ്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ ഒന്നുമില്ലാത്തതിന് ദാരിയൂസ് രാജാവിനെ അവർ പുകഴ്ത്തി. അപ്പം ഇവർക്ക് ദാരിയൂസ് രാജാവിനെയായിരുന്നു ഇവർ പുകഴ്ത്തുന്നതും അവർ വാഴ്ത്തുന്നതും, അല്ലെങ്കിൽ മറ്റു വിഗ്രഹങ്ങളൊക്കെ ആരായിരുന്നു ഇവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ദാനിയേലാകട്ടെ ദൈവത്തെ മാത്രമേ ആരാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതുകൊണ്ട് ഇവർ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഇവർ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ, ദാരിയൂസ് രാജാവ് നീണാൾ വാഴട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ രാജാവിനെ ഒന്ന് പൊക്കിപ്പറഞ്ഞു. അപ്പോൾ ഇവർ വേറൊരു പ്ലാനും കൂടെ ഇട്ടു. അപ്പം ഈ ദാനിയേൽ ഒരു വഴിക്കും വഴങ്ങുന്നില്ല, ദാനിയേൽ കുറ്റമൊന്നും കാണാൻ സാധിക്കുന്നില്ലാത്തതിൻ്റെ പേരിൽ അവർ വേറൊരു പദ്ധതി ഇട്ടു. അടുത്ത 30 ദിവസത്തേക്ക് ദാരിയൂസ് രാജാവിനെ അല്ലാതെ വേറെ ആര് ദേവന്മാരെയോ സിംഹങ്ങളെയോ ഒരു വിഗ്രഹത്തെ ഒന്നും വേറെ ഒന്നിനെ ആരാധിക്കാൻ പാടില്ല. ദാരിയൂസ് രാജാവിനെ മാത്രം ഈ 30 ദിവസത്തേക്ക് അങ്ങ് ആരാധിച്ചാൽ മതി എല്ലാവരും എന്ന് ഒരു ഓർഡർ ഇടുകയാണ്. ആ ഓർഡർ എല്ലാവരും പാലിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം പോലെ അത് എഴുതി ചേർത്ത് രാജാവിനെ കൊണ്ട് മുദ്രയിട്ട് അത് രാജ്യത്ത് ജനങ്ങൾക്കിടയിലേക്ക് അത് പ്രചരിപ്പിച്ചു. പക്ഷേ
അന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ദാനിയേലും അങ്ങനെ ചെയ്യണം. അങ്ങനെ ഒരു നിയമം വന്നാൽ ദാനിയേലും ചെയ്യണമല്ലോ. പക്ഷേ അതാണായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷേ ദാനിയേൽ അത് ചെയ്തില്ല. ദാനിയേൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആരൊക്കെ അവനെ പ്രീതിപ്പെടുത്താൻ അവനെ താഴ്ത്താൻ നോക്കിയാലും ദാനിയേൽ പ്രവാചകൻ ദാനിയേൽ എന്നും ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. വേറെ ഒരു ചതിയിലും അവൻ പെടത്തില്ല. കാരണം ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഈ നിരോധനാജ്ഞ, ഈ നിയമം ഉണ്ടാക്കി ജനങ്ങൾക്കിടയിലെല്ലാം പ്രചരിപ്പിച്ചു. അത് സീൽ ചെയ്ത് മുദ്ര വെച്ച് അത് ജനങ്ങൾക്കിടയിലൊക്കെ പ്രചരിപ്പിച്ചു. അപ്പം ഇതൊക്കെ ദാനിയേൽ അറിയുന്നുണ്ട്. ഇവർ ചുറ്റും നിന്ന് എനിക്കെതിരെ പ്ലാൻ ഉണ്ടാക്കുന്നതും അവർ പിന്നെ എന്നെ വീഴ്ത്താനായിട്ട് പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ദാനിയേൽ അറിയുന്നുണ്ട്. എന്നാൽ ദാനിയേൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ദാനിയേൽ ശാന്തനായിട്ട് ആരോടും ഒരു പരാതിയോ ഒന്നും പറഞ്ഞില്ല. എന്നെ തകർക്കാനായിട്ട് ചുറ്റുമുള്ളവർ പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പുതിയ നിയമങ്ങൾ പോലും ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും ദാനിയേൽ ഒന്നും മിണ്ടാതെ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. ജെറുസലേമിലേക്ക് അവൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് ഭവനത്തിൽ ജെറുസലേമിൻ ദേവാലയത്തിലേക്ക് തുറക്കുന്ന ഒരു ജനാലയുണ്ട്. ആ ജനാലയിൽ അടുത്തിരുന്ന് ദൈവത്തോട് അവൻ മുട്ടുകുത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ ചെയ്തത്. 3 പ്രാവശ്യം ദിവസേന അവൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നറിയാമോ? നമ്മൾ ഏതെങ്കിലും വിധത്തിലൊരു നല്ല നിലയിലേക്ക് പോവുകയാണ്. അത് നമ്മുടെ പദവിയിലായിരിക്കാം, അല്ലെ സാമ്പത്തികത്തിലായിരിക്കാം, അല്ലെ എന്തെങ്കിലും വിധത്തിൽ നമ്മൾ ഉയരുന്നുവാണെങ്കിൽ നമുക്ക് ചുറ്റും അസൂയാലുക്കൾ ഉണ്ടായിരിക്കും. നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉയർത്താൻ കാണും. നമ്മളെ വീഴ്ത്താനായിട്ട് അവർ പദ്ധതി ഒരുക്കും. എന്നാൽ ദാനിയേൽ ചെയ്തതുപോലെ ദാനിയേൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അവർ ചുറ്റും അവനെ തകർക്കാനായിട്ട് പ്ലാൻ ഇട്ടത് ഒന്നും അവനെ ഏശിയില്ല. അവനെ സിംഹക്കുഴിയിലൊക്കെ കൊണ്ടിട്ടു. അവരെല്ലാവരും വിചാരിച്ചു അവനെ സിംഹം ഇപ്പം പിടിച്ചങ്ങ് വിഴുങ്ങുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരുവനെയും വീഴ്ത്താനായിട്ട് ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ചിലപ്പോൾ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സർവ്വസാധാരണമാണ്. എന്നാൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കും തോറും നമ്മൾ കൂടുതൽ ശക്തരാകുകയുള്ളൂ. ഇതാണ് നമ്മുടെ സമൂഹത്തോട് അല്ലെങ്കിൽ നമ്മളോട് ഈ വേദഭാഗത്തിലൂടെ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും നമ്മളുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും നിങ്ങളെ തളർത്താൻ നോക്കുകയാണ്, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പൊതുസമൂഹത്തിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്, പരസ്പരം കുറ്റം ചുമത്തുകയും കുറ്റാരോപണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. അതിലൊന്നും നമ്മൾ സത്യസന്ധരാണെങ്കിൽ, അടിയുറച്ച് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ തളർത്താനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ എതിർക്കുന്നവരോ നമ്മൾക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നവരോട് നമ്മൾ എതിർക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് താങ്ങായും തണലായും ശക്തിയായും ബലമായിട്ടും നമ്മുടെ ദൈവം തമ്പുരാൻ കൂടെ ഇരിക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അതെൻ്റെ ഹൃദയത്തെ ഒത്തിരി സ്പർശിച്ചു. അതുകൊണ്ട് ഈ തിരുവചനത്താൽ നമ്മളെല്ലാവരെയും സർവ്വശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.